ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അനുതപിക്കാത്ത നഗരത്തെക്കുറിച്ച് നോക്കാം. യേശുവിലുള്ള ഈ വിശ്വാസരാഹിത്യത്തിൻ്റെ ജീവിക്കുന്ന അവശിഷ്ടമാണ് കഫർനാം. കാരണം ഉയർത്തപ്പെട്ടതുപോലെ തന്നെ അത് താഴ്ത്തപ്പെടുന്നുമുണ്ട്. ഈശോ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച പട്ടണമായിരുന്നു കഫർനാം. തൻ്റെ പരസ്യജീവിതത്തിൻ്റെ മുഖ്യ പങ്കും വചനം പ്രഘോഷിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും അനന്തമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞും സഞ്ചരിച്ച യേശുവിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ കഫർനാമിലെ മണ്ണ് വിജാതീയരെ അനുഗ്രഹിച്ചു, പിശാചുബാധിതരെ മോചിപ്പിച്ചും രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയും മരിച്ചവരെ ഉയർപ്പിച്ചും അങ്ങനെ എത്രയെത്ര രക്ഷയുടെയും നിത്യജീവിതത്തിൻ്റെയും അടയാളങ്ങൾ അവൻ കഫർനാമിന് നൽകി. കാരുണ്യത്തിൻ്റെ വചനങ്ങൾ കൊണ്ടും സാന്ത്വനത്തിൻ്റെ തലോടൽ കൊണ്ടും ഈശോ ഇതുപോലെ ധന്യമാക്കിയ മറ്റൊരു സ്ഥലം ഭൂമിയിലില്ല. എന്നിട്ടും എന്തേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.